ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന ദേവിമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് പ്രിയ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. ഞാനൊരു സ്കൂളിലൊരു ടീച്ചറാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2021 ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. 2022 എനിക്ക് വേറൊരു സ്കൂളിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ 2022 ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും അപ്പോയിൻമെൻറ്റുകൾ ഡെയിലി ആയിട്ട് മാത്രമായിരുന്നു പാസ്സാക്കിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് വളരെയധികം മാനസികമായും സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും 16 പ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി വളരെ കൃത്യമായി എന്നാൽ കഴിയുന്നത് പോലെ കറക്റ്റായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 5/3/2026 16ാമത്തെ ഉടമ്പടി വന്ന് ഞാൻ പുതുക്കുകയുണ്ടായി. അന്ന് വളരെ കണ്ണീരോടെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്: അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ അമ്മേ, എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്താൻ നീ സഹായിക്കണമേ എന്ന്. അങ്ങനെ ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം ഈ ഏപ്രിൽ 20 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയം നിങ്ങൾ മാതാവിന് സമർപ്പിക്കുക. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കതിൽ ഫലം കാണുമെന്ന്. അപ്പോൾ എനിക്ക് മാതാവ് ഇടയ്ക്കിടയ്ക്ക് 7 എന്നൊരു നമ്പർ കാണിച്ചു തരുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചു. പക്ഷേ ആ 7 എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. അന്ന് മുതൽ ഞാൻ കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് കൂടുതൽ ബൈബിൾ വായനയിലൂടെയും കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും ഒക്കെ കുറച്ചും കൂടെ എനിക്ക് തീക്ഷ്ണത എനിക്കുണ്ടായി. 20 ഞാൻ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുന്നത്. 21 ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത്, അന്ന് ഉടമ്പടി ധ്യാനം 11:30 11:26 ആയപ്പോഴേക്കും എന്നെ പാലാ കോപ്പറേറ്ററിൽ നിന്ന് വിളിച്ചു. ടീച്ചറെ, ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പേപ്പറുകളൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കറക്റ്റ് 7 ദിവസം ആയത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി. എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഞങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, അത് ടീച്ചർമാരായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എനിക്ക് പാലാ കോപ്പറേറ്റീവിലൊരു 160ഓളം സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ഏറ്റവും ആദ്യം പാസ്സായത് എൻ്റെ ആയിരുന്നു. അതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഭവനം ഒരു 5 വർഷത്തോളമായിട്ടും ഭവനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഭവന നിർമ്മാണം പൂർത്തിയായി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അതൊരു വലിയ തുകയാണോ ചെറിയ തുകയാണോ എന്ന് ഞാൻ നോക്കാറില്ല. എന്നാൽ കഴിയുന്നൊരു സഹായം ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ 2021 മുതൽ ഈ മാസം വരെ ഈ പത്രം ഞാനിവിടെ വന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞങ്ങൾ പത്രം വാങ്ങിച്ച് ഓട്ടോ സ്റ്റാൻഡുകളിൽ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഞാൻ എൻ്റെ പത്രവിതരണങ്ങൾ നടത്താറുണ്ട്. മാതാവിനെ പറ്റി പറയാറുണ്ട്. എൻ്റെ മുമ്പിൽ വിഷമം പറയുന്നവരെല്ലാവരോടും ഞാൻ പറയുന്നത്, കൃപാസനത്തിൽ വരിക, അമ്മയോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ഞാൻ എന്നാണ്. എനിക്ക് ധൈര്യപൂർവ്വം അതെനിക്ക് എല്ലാവരോടും പറയാൻ സാധിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. പ്രിയ എന്ന ഈ അധ്യാപികയുടെ സമയച്ചുരുക്കത്തിൻ്റെ മേലധികാരമുള്ള പരിശുദ്ധ അമ്മ നൽകിയ മധ്യസ്ഥത്തിൽ നൽകിയ അനുഗ്രഹത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണിത്. 4 വർഷമായി യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഒരു അധ്യാപന വൃത്തിയിലെ നിയമനത്തെക്കുറിച്ച് വളരെ ആകുലപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് വളരെ ആത്മാർത്ഥമായി ഉടമ്പടി ചെയ്തുകൊണ്ട്, ഉടമ്പടി പുതുക്കിക്കൊണ്ട് ജീവിക്കുന്ന കാലത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ ഒരു സന്ദേശം നൽകിയത്. ആരൊക്കെയാണോ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് പലർക്കും 7 ദിവസത്തിനുള്ളിൽ അവരുടെ കാര്യങ്ങൾ നിവൃത്തിയാകുന്ന ഒരു സന്ദേശം അച്ഛൻ പറയുകയുണ്ടായി.
150-ൽ കൂടുതൽ സ്കൂളുകൾ ഇങ്ങനെ ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നിട്ടും മിസ് പ്രിയയുടെ സ്കൂളിനാണ് അത് ഏറ്റവും ആദ്യമായി ലഭിച്ചത് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് ഒരുപാട് ഗവൺമെൻറ് നിയമനങ്ങളുടെ സാക്ഷ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒരുപാട് മക്കൾ വിദേശത്തേക്കും നാട്ടിലും ഗവൺമെൻറ് നിയമനത്തിലുമായി ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് വളരെ കൗതുകത്തോടെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ ആത്മീയ ബന്ധവും എത്രമാത്രം അച്ചിട്ട് ഉറപ്പിക്കേണ്ടതാണ്. എനിക്ക് ഈശോ എത്രമാത്രം നൽകി, അത്രമാത്രം അതിൽ കൂടുതൽ എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാറ്റുരച്ച് നോക്കേണ്ട സാക്ഷ്യങ്ങളാണ് നാം ഓരോരുത്തരും കേട്ട് വിലയിരുത്തേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മിസ് പ്രിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരുടെ രണ്ടാമത്തെ ഈ സാക്ഷ്യത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.